ഇന്നത്തെ ടു ഡു ലിസ്റ്റിൻ്റെ വീഡിയോ മക്കൾക്ക് വേണ്ടിയാണ്. എന്നാൽ എല്ലാവർക്കും ഇത് കാണേണ്ടതുണ്ട്. കാരണം നമ്മൾ ടു ഡു ലിസ്റ്റ് എങ്ങനെ പ്രാക്ടിക്കലായി ചെയ്യാമെന്ന് പ്രാക്ടീസ് ചെയ്യുകയാണ്. സ്ക്രീനിൽ ഒരു ചെറിയ ടെംപ്ലേറ്റിൽ മോഡൽ കൊടുത്തിട്ടുണ്ട്. നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചവരായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കായി തയ്യാറാക്കുന്ന ഈ ടു ഡു ലിസ്റ്റ് കണ്ടാൽ നമുക്ക് ഓരോരുത്തർക്കും കാര്യം പിടികിട്ടും. പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മനസ്സിലായാൽ മനസ്സിലായി എന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിക്കൊള്ളൂ. കുഞ്ഞുങ്ങളോടും ഈ രീതി പറഞ്ഞു കൊടുക്കുക. ടാസ്ക് നെയിം, പഠനസമയം ക്രമീകരിക്കുക. ഡിസ്ക്രിപ്ഷൻ, സെക്കൻഡ് ടേം പരീക്ഷയ്ക്കുള്ള പ്രധാന പാഠഭാഗങ്ങൾ പഠിക്കുക. ഓരോ വിഷയത്തിനും ഇപ്രകാരം സമയക്രമീകരണം നടത്തേണ്ടതുണ്ട്. ഇവിടെ പ്രയോറിറ്റി ഹൈ ആണ്. പരീക്ഷയ്ക്കുള്ള പാഠഭാഗങ്ങൾ പഠിക്കുക എന്നതിൻ്റെ പ്രയോറിറ്റി ഹൈ ആണ്. ഡ്യൂ ഡേറ്റ് 10/12/2024. സ്റ്റാറ്റസ് പെൻഡിങ്, അതായത് കുറേ ചാപ്റ്ററുകൾ ഇനി പഠിക്കാൻ കിടക്കുന്നുണ്ട്. ഏതൊക്കെ ചാപ്റ്ററുകളാണ് ഇനി പഠിക്കേണ്ടതെന്ന് എഴുതി വയ്ക്കുക. പഠിച്ചു തീരുന്ന മുറയ്ക്ക് ടിക്കിട്ട് പോവുക. നോട്ട്സ്, പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം നോട്ടിലെഴുതി സൂക്ഷിക്കുക. റെപ്പറ്റീഷൻ, പഠിച്ചു കഴിഞ്ഞ പാഠഭാഗങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ അരമണിക്കൂർ മാറ്റിവെക്കുക. ഓരോ വിഷയത്തിനും ഇത്തരത്തിലുള്ള ഒരു മികച്ച പ്ലാൻ ഉണ്ടെങ്കിൽ പോയിൻറ്റ്സ് മറന്നു പോവാതെ പരീക്ഷയ്ക്ക് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് ആക്ടിവിറ്റി എന്നുള്ള ഘട്ടമാണ്. അടുത്തത് ടാസ്ക് നമ്പർ 2. ടാസ്ക് നെയിം ഹോംവർക്ക്. ഡിസ്ക്രിപ്ഷൻ കണക്കിൻ്റെ ഹോംവർക്ക്. പ്രയോറിറ്റി ഇവിടെ മീഡിയമാണ്. ഡ്യൂ ഡേറ്റ് 12/12/24. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. സ്റ്റാറ്റസ് ഇൻ പ്രോഗ്രസ്, മുഴുവൻ കണക്കുകളും ചെയ്തു തീർത്തിട്ടില്ല. പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനുള്ളത് പഠിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഹോംവർക്ക് ചെയ്യുവാനായിട്ട് ഇരിക്കുക. നോട്ട്സ്, ഹോംവർക്ക് ചെയ്തു കഴിഞ്ഞ് അതേ മാതൃകയിലുള്ള 2 ചോദ്യങ്ങൾ തനിയെ ചെയ്യുക. ഇതാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഘട്ടം. ഉത്തരം ശരിയാണോ എന്ന് നോക്കാൻ അറിയില്ലെങ്കിൽ പഠിപ്പിക്കുന്ന ടീച്ചറിൻ്റെ സഹായം തേടാവുന്നതാണ്. ടാസ്ക് നമ്പർ 3. പ്രോജക്റ്റിനുള്ള വിവരശേഖരണം. ഡിസ്ക്രിപ്ഷൻ, ഹിസ്റ്ററി പ്രോജക്റ്റ് തയ്യാറാക്കുന്നതിനായി വിവരങ്ങൾ ശേഖരിക്കുക. ഇവിടെ പ്രയോറിറ്റി ലോ ആണ്. കാരണം കുറേ ദിവസങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കാനുള്ള പ്രൊജക്റ്റുകൾ, അസൈൻമെൻറ്റുകൾ എന്നിവയ്ക്ക് വേണ്ടി കുറച്ച് സമയം ഓരോ ദിവസവും എടുത്തിട്ടാണ് ചെയ്യേണ്ടത്. അന്നന്ന് പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ പഠിക്കുക എന്നതിനാണ് പ്രയോറിറ്റി ഹൈ ആയിട്ടുള്ളത്. ഇവിടെ ഡ്യൂ ഡേറ്റ് 15/12/2024. ഇവിടുത്തെ സ്റ്റാറ്റസ് പെൻഡിങ്ങിലാണ്, കാരണം മുഴുവൻ വർക്കും ചെയ്തിട്ടില്ല. ഇവിടെ നോട്ട്സ് തയ്യാറാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. ലൈബ്രറിയിൽ നിന്ന് ലഭ്യമായ പുസ്തകങ്ങൾ ശേഖരിക്കുക. അവയിൽ നിന്ന് ആശയങ്ങൾ എടുത്തെഴുതിക്കൊണ്ടിരിക്കുക. ഇത്രയേ ആയിട്ടുള്ളൂ. അതിനുവേണ്ടി എല്ലാ ദിവസവും കുറച്ച് സമയം മാറ്റിവെക്കുക. എന്നാൽ പ്രൈം ടൈം അതിന് ഉപയോഗിച്ചുകൂടാ. ഇതാണ് ലേണിംഗ് ഘട്ടം. ഹോംവർക്ക് ചെയ്തു കഴിഞ്ഞ് സമയം കിട്ടാത്തത് കൊണ്ടാണ് മിക്കവാറും കുട്ടികൾക്ക് പഠിച്ചു മുന്നേറാൻ സാധിക്കാത്തത്. എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പഠിച്ച് മനസ്സിലുറപ്പിക്കേണ്ടത് പാഠഭാഗത്തുള്ള കൺസെപ്റ്റാണ്. അതിന് ചെറിയ നോട്ടുകൾ തയ്യാറാക്കി ടെക്സ്റ്റിൻ്റെ തന്നെ മുകളിൽ പിൻ ചെയ്ത് വയ്ക്കാവുന്നതാണ്. പോയിൻറ്റ്സ് മാത്രം. നമ്മൾ പാഠഭാഗം മനസ്സിലാക്കാതെ എന്തൊക്കെ ചെയ്താലും എക്സാം എന്ന ഗോളിലേക്ക് ഫോക്കസ് കിട്ടില്ല. ആദ്യം അന്നന്ന് പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ മനസ്സിലാക്കി പഠിച്ച് പോയിൻറ്റ്സ് ആയിട്ട് റിവിഷൻ ബുക്കിൽ ഡേറ്റ് അനുസരിച്ച് എഴുതിയിട്ടിട്ട് മനസ്സിൽ ഉറപ്പിക്കുക. എന്നും ആവർത്തിക്കുക. അല്ലെങ്കിൽ ആഴ്ചയിലൊന്നെങ്കിലും അതിലൂടെ ഒന്ന് വായിച്ച് കടന്നു പോവുക. അടുത്തതായി ഹോംവർക്ക് ചെയ്യുക. രണ്ടാമത്തെ പ്രയോറിറ്റി. പ്രോജക്റ്റ്, അസൈൻമെൻറ്റ്, സെമിനാർ തുടങ്ങിയവയ്ക്കുള്ള പ്രിപ്പറേഷൻ പ്രയോറിറ്റി ടൈമിൽ എടുക്കരുത്. പ്രയോറിറ്റി എന്നത് പാഠഭാഗം പഠിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. പഠനത്തിൽ ഓരോ കാര്യങ്ങൾക്കും പ്രയോറിറ്റി കൊടുക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലായല്ലോ? കമൻറ്റ് ചെയ്യൂ. ഈ ഷെഡ്യൂൾ അനുസരിച്ച് ഒരാഴ്ച എല്ലാ വിഷയങ്ങളും പഠിച്ചിട്ട് കൂടുതൽ സമയം ഫ്രീ ആവാൻ കിട്ടുന്നുണ്ടെങ്കിൽ, ഈസിയായി പഠിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അക്കാര്യം ഈ വീഡിയോയുടെ താഴെ കമൻ്റായി രേഖപ്പെടുത്താൻ മക്കളോട് പറയുക. ഇത് നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ്. കാരണം നിങ്ങൾക്ക് എന്ത് മാറ്റം ഉണ്ടായി എന്നുള്ളത് എനിക്ക് തിരിച്ചറിയേണ്ടതുണ്ട്.
ഏത് വിഷയത്തിലാണ് പ്രാക്ടിക്കൽ വീഡിയോകൾ ചെയ്യേണ്ടതെന്ന് കൂടി പറഞ്ഞോളൂ. ടെൻഷൻ ഇല്ലാതെ ഇരുന്നാൽ മാത്രമേ പരീക്ഷാ ഹാളിൽ എത്തുമ്പോൾ പഠിച്ചത് ഓർമ്മിച്ചെഴുതാൻ സാധിക്കൂ എന്നുകൂടി എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും സന്തോഷത്തോടെയുള്ള ഒരു അന്തരീക്ഷം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക്